അങ്ങനെ നിന്റെ കുറവെന്താണ് എന്ന്, നിന്റെ ബലഹീനത എന്താണെന്ന്, പരിമിതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ തക്ക വിധമുള്ള നിന്റെ കണ്ണുകൾ ചൊരിക്കേണ്ട നാളുകളാണ് ഈ 50 ദിനങ്ങൾ. നിന്റെ പാദങ്ങൾ ഓടിയെത്തേണ്ട സ്ഥലങ്ങളാണ് ഈ 50 ദിനങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് കരുതുന്ന നാളുകളല്ല ഈ 50 നോമ്പ്. ഈ 50 നോമ്പിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ എല്ലാ കണ്ണുകളും കാതുകളും പാദങ്ങളും ഇപ്രകാരം നിങ്ങളെക്കാൾ അസ്വസ്ഥത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന, ഭവനമില്ലാത്ത മക്കളിലേക്ക് കടന്നു പോകുന്ന, അല്ലെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന, വിവാഹ തടസ്സം നേരിടുന്ന മക്കളിലേക്ക് കടന്നു പോകുന്ന, മക്കളില്ലാത്ത മക്കളെ കുറിച്ചുള്ള ആദ്യം എല്ലാം എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ദിനങ്ങളായി മാറണം. ഒരു വലിയ പരിവർത്തനത്തിന്റെ നാളുകളായിട്ട് മാറണം. നിങ്ങളുടെ കരങ്ങൾ നന്മയിലേക്ക് മാറണം. ജോയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളോടെ പോകുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങളെ തന്നെ ശോധന ചെയ്യുന്ന ദിവസങ്ങളായി മാറട്ടെ ഈ ദിനങ്ങൾ. അനുതാപവും പശ്ചാത്താപവും ഉപവാസവും ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന പക്വമായ ഒരു മാനസികമായിട്ടുള്ള ഒരുക്കമുണ്ടാകട്ടെ. ഇത് തികച്ചും ഒരു നോമ്പാചരണമാണ്. ജീവിതത്തിൽ നവീകരിക്കുന്ന പടവുകൾ കയറാൻ നമ്മെ സഹായിക്കുന്ന നോമ്പായി മാറണം. ഏതെങ്കിലും തരത്തിൽ എൻ്റെ ദൈവമേ, നിന്റെ പീഠാസനത്തെ ഓർത്ത് എൻ്റെ കരങ്ങൾക്ക് അങ്ങ് ചരിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ കൃപ നിറയാൻ യോഗ്യത തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അറിവ് തോന്നിപ്പിക്കണം. ഇതൊക്കെ അനുഭവിക്കുന്ന ദിവസങ്ങളായി 50 ദിനങ്ങൾ മാറട്ടെ. പരിശുദ്ധ